അതേസമയം സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ മോശം അനുഭവങ്ങൾ സംബന്ധിച്ച പഠനം നടത്തിയിരുന്നത് ഹേമ കമ്മീഷൻ ആയിരുന്നു. ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുമോ എന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ ആരംഭിച്ചതാണ്. ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ ഇത് പുറത്തുവിടുന്നില്ല എന്നതാണ് സർക്കാരിന്റെ തീരുമാനം. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്ത് എന്നറിയാൻ പൊതുസമൂഹത്തിനടക്കം ആകാംക്ഷയുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അത് എന്ത് എന്ന് ഇനിയും അറിയാൻ വൈകും. കോടതി അന്തിമമായൊരു തീരുമാനമെടുക്കണം. പ്രത്യേകിച്ച് നടി രഞ്ജിനി ഈ ഉള്ളടക്കം പുറത്തുവിടരുത്, അത് പരസ്യപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. കോടതി പക്ഷേ എന്തിനിത് മറച്ചു വെക്കണമെന്ന ചോദ്യം ചോദിച്ചതുകൊണ്ട് തന്നെ ആ ഹർജിക്ക് വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അഭിലാഷ്, ഒരു സിനിമ പോലെ സസ്പെൻസുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. നമുക്കറിയാം, ഇത് തുടക്കത്തിൽ വൈകുന്നേരം 3 മണിക്ക് പുറത്തുവിടുമെന്ന് കമ്മീഷൻ സർക്കാർ അറിയിക്കുന്നു. അതിന് മണിക്കൂറുകൾ മുൻപ് സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇത് റിപ്പോർട്ട് പുറത്തുവിടരുത്, തങ്ങളുടെ അടക്കം ഈ ചില സ്വകാര്യത ഹനിക്കുന്ന ചില കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്, അതുകൊണ്ട് ഇത് പുറത്തുവിടരുതെന്ന് തുടക്കത്തിൽ പറയുന്നു. പിന്നീട് ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ആദ്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറയുന്നു. വിശദമായ വാദങ്ങൾക്ക് ശേഷം ഈ ഹർജി തള്ളി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകരടക്കം, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 5 മാധ്യമപ്രവർത്തകരടക്കം ഇത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ കമ്മീഷനെ അടക്കം സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ 11 മണിക്ക് അവരോട് സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വീണ്ടും ഒരു ട്വിസ്റ്റ് എന്നവണ്ണം വീണ്ടും പറയുന്നുണ്ട്, ആക്ട്രസ് രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇതിലെ തന്റെ മൊഴിയടക്കം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ഏത് വിധത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. ചില വ്യക്തികളെയൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള മൊഴികളാണ് താൻ അടക്കമുള്ള നടികൾ നൽകിയത്. അത് തങ്ങൾക്ക് അറിയണം, എന്താണ് ഈ റിപ്പോർട്ടിലുള്ളതെന്ന് തങ്ങൾക്ക് അറിയണം. അതിനുശേഷം മാത്രം പുറത്തുവിട്ടാൽ മതി എന്നുള്ളൊരു വാദം രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുന്നു. പക്ഷേ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിലൊന്നും ഹർജിക്കാരി അല്ലാത്തതിനാൽ പിന്നീട് തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന വിധത്തിൽ ഹർജി മാറ്റിവെക്കുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാണ് നടി രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുക. എങ്കിൽ പോലും ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ളൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തുവിടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ 11 മണിക്ക് വിടുമെന്ന് പറഞ്ഞുവെങ്കിലും അല്പസമയത്തിന് മുമ്പാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ല. കാരണം ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ഹർജിയുണ്ട്. അതിലൊരു അന്തിമമായിട്ടുള്ള വിധി വന്നതിന് ശേഷം മാത്രം പുറത്തുവിടാം എന്നുള്ള കാര്യം വീണ്ടും സർക്കാരിൽ നിന്നും വ്യക്തമാക്കുന്നു. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സസ്പെൻസുകൾ നിറഞ്ഞ ഒരു സിനിമ പോലെ സസ്പെൻസുകൾ നിറഞ്ഞു തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും 4.5 വർഷങ്ങൾക്ക് ശേഷവും ഈ പുറം ലോകം കാണാതെ ഇരിക്കുമ്പോൾ അത് ഒരു ആരോപണം, ഈ ചില വ്യക്തികൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്കപ്പുറം മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനം, അത് സാമ്പത്തികമായിക്കോട്ടെ, ശമ്പളത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ഇടങ്ങളിലായിക്കോട്ടെ, അങ്ങനെ ഉണ്ടാകുന്ന വിവേചനങ്ങൾ, അതിൽ ഏതൊക്കെ വിധത്തിൽ അതിൽ നിന്നൊക്കെ എങ്ങനെ മറികടക്കാം, സുരക്ഷിതമായി സിനിമയിൽ എങ്ങനെ സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാം എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് പുറത്തുവിടാതെ സർക്കാരിന്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹർജിയും ഒക്കെ വരുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. മറ്റൊന്ന്, ആരാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പേടിക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. കാരണം പല അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ വലിയ ആശ്ചര്യപ്പെടുത്തുന്ന, അതായത് വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പല നടികളും പറഞ്ഞിരിക്കുന്നത്. അത് വാട്സപ്പ് ചാറ്റുകളായും വാട്സപ്പ് ഓഡിയോകളായും മറ്റു വിധത്തിലുള്ള തെളിവുകൾ അടക്കമാണ് റിപ്പോർട്ട് ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഈ തെളിവുകൾ അടക്കം സമർപ്പിച്ചുകൊണ്ടുള്ള മൊഴിയാണ് പല നടികളും നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ടും തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആരാണ് ഈ റിപ്പോർട്ടിനെ ഭയക്കുന്നത്? മലയാള സിനിമയിൽ ആർക്കാണ് ഈ ഒരു റിപ്പോർട്ടിനെ ഭയം? എന്തുകൊണ്ടാണ് അടിക്കടി ഇങ്ങനെ ഹർജികൾ പോകുന്നതെന്ന് അടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. എങ്കിൽ പോലും വിവരാവകാശ കമ്മീഷൻ പറയുന്നുണ്ട്, ചില സ്വകാര്യത മാനിച്ചുകൊണ്ട് അതിലെ ചില പേജുകൾ പബ്ലിഷ് ചെയ്യരുത്, അത് മറച്ചുകൊണ്ട് ബാക്കിയുള്ള റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തേക്ക് വിടാവൂ എന്ന് പറയുന്നുണ്ട്. അതിനെ തുടർന്ന് തന്നെ സർക്കാർ ആ വിധത്തിൽ തന്നെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 299 പേജുള്ള ഈ റിപ്പോർട്ടിൽ ചിലരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉള്ളതിനാൽ
233 പേജാക്കിയാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ 81 മുതൽ 100 വരെയുള്ള പേജുകൾ ഒഴിവാക്കി, 161നും 191നും ഇടയിലുള്ള ചില പാരഗ്രാഫുകൾ ഒഴിവാക്കി, 96ലെ ഒരു പ്രധാനപ്പെട്ട കണ്ണികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട്, അതായത് ഈ മലയാള സിനിമയിലെ ചില വ്യക്തികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ, ഒപ്പം ചില നടിമാർ പേരുകൾ അടക്കം പറഞ്ഞുകൊണ്ടുള്ള ചില ആരോപണങ്ങളും മൊഴികളും ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എങ്കിൽ പോലും അതിലും ചില ആശങ്കകൾ ചില നടന്മാർക്കോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പ്രവർത്തിക്കുന്നവർക്കോ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പല വിവരങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഹൈക്കോടതിയുടെ തീരുമാനം? നമുക്കറിയാം, ജനങ്ങളുടെ ഒക്കെ നികുതി പണം കൊണ്ട് തന്നെയാണ് ഏകദേശം 1.5 കോടി ചിലവാക്കിയാണ് ഈ ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് സർക്കാരിന് ആ ഒരു വിധത്തിൽ നീതി പുലർത്താൻ സാധിക്കാത്തത്? ആരെ പേടിച്ചാണ് സർക്കാർ വീണ്ടും ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് 4.5 വർഷം കഴിഞ്ഞിട്ടും പുറത്തുവിടാതെ ഇരിക്കുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇതിലൊരു അന്തിമ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ തൊഴിൽ ഇടങ്ങളിൽ, സിനിമാ മേഖലയിലടക്കം സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ച്, അവരുടെ പ്രതിസന്ധികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് മാസങ്ങളായി ചുവന്ന നാടിയിൽ കുരുങ്ങി തന്നെ നിൽക്കുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്താൻ എന്താണ് തടസ്സം, ആരാണ് തടസ്സം നിൽക്കുന്നത്? എന്തായാലും റിപ്പോർട്ട് പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.